Dear students, today we are discussing the topic Management by Exception MBE. It is a practice of examining the financial and operational results of a business and only bringing issues to the attention of the management if results represent substantial difference from the budgeted or expected amount. So, in this management style, there is an expected result and it is compared with the actual result. And if there is any significant difference between them, then the issues is bringing to the attention of the management. Otherwise, it is handled by the department or subordinates itself. സോ ഒരു ഓർഗനൈസേഷൻ്റെ ഒരു എക്സ്പെക്റ്റഡ് റിസൾട്ട് ഉണ്ടാകും, എന്താണ് അവർക്ക് കിട്ടേണ്ടത്. ആ റിസൾട്ട് ആക്ച്വലി അവർക്ക് കിട്ടിയ റിസൾട്ട്, ആ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് അനുസരിച്ചിട്ട് ആ ഓർഗനൈസേഷൻ്റെ എന്താണോ റിസൾട്ട് കിട്ടിയത് അതുമായിട്ട് കമ്പയർ ചെയ്യും. ആ ആക്ച്വൽ റിസൾട്ടും എക്സ്പെക്റ്റഡ് റിസൾട്ടും കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്, ഒരു വലിയ രീതിയിലുള്ളൊരു ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ മാത്രമേ ഇവിടെ മാനേജ്മെൻറ്റ് ഇടപെടേണ്ട ആവശ്യമുള്ളൂ. അതർവൈസ് ആ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ആ സബോർഡിനേറ്റ് തന്നെയായിരിക്കും, ഒരു മൈനർ ഡിഫറൻസ് ആണുള്ളതെങ്കിൽ സബോർഡിനേറ്റ് തന്നെയായിരിക്കും അത് ക്യാരി ഔട്ട് ചെയ്യുന്നത്. കൺസിഡർ ദി ഫോളോവിങ് എക്സാമ്പിൾ. X is an organization and it has 4 production departments, department A, B, C and D. Their expected result was 100 unit per month for each department, and their actual result was for A 102, for B 100, for C 99 and for D 90. While comparing actual result with expected result, we can see that in department A there is a minor difference in the actual and expected result. Then department B there is no difference, and department C there is also a minor difference, and in department D there is a significant difference between the actual result and the expected result. അപ്പോൾ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് എയിലും സിയിലും ഒരു ചെറിയ ഡിഫറൻസ് ആണ് വന്നിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് ഹാൻഡിൽഡ് വിത്തിൻ ദി ഡിപ്പാർട്ട്മെൻറ്റ് വിത്ത് ദി സബോർഡിനേറ്റ്സ് ഓർ എംപ്ലോയീസ്. അവിടെ എംപ്ലോയീസ് തന്നെ കാര്യങ്ങൾ നോക്കും. ബട്ട് ഇൻ കേസ് ഓഫ് ഡി ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ടു ദി സീനിയർ മാനേജേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് വിൽ ബ്രിങ് നെസസറി ആക്ഷൻ ടു സോൾവ് ദാറ്റ് പ്രോബ്ലം. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഡീൻ്റെ കാര്യം മാത്രം മാനേജ്മെൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യും. എന്നിട്ട് ഡിയിൽ എന്താണോ പ്രോബ്ലം ഉണ്ടായത് അതിനുള്ള പരിഹാരം മാനേജ്മെൻറ്റ് കണ്ടെത്തും. സോ അതാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷനിലൂടെ പറയുന്നത്. എവിടെയാണോ ഒരു എക്സെപ്ഷൻ, ഒരു ഡീവിയേഷൻ ഉണ്ടാവുന്നത്, ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഡീവിയേഷൻ, വളരെ അധികം ഒരു ഇഷ്യൂ മാനേജ്മെൻറ്റ് നോക്കണം എന്ന രീതിയിലുള്ള ഇഷ്യൂ വരുന്ന ഒരു ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അവിടുത്തെ പ്രോബ്ലം മാത്രം മാനേജ്മെൻറ്റ് ഫോക്കസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. നെക്സ്റ്റ്, പ്രോസസ് ഓഫ് management by exception or steps in management by exception. First step is set objectives or norms. For an estimated or expected result, there needs an objectives or norms for the organization or for each department. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന് പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ്സും നോംസും ആദ്യം സെറ്റ് ചെയ്യണം. അതിലൂടെ മാത്രമേ നമുക്ക് എക്സ്പെക്റ്റഡ് റിസൾട്ട് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് റിസൾട്ട് എത്രയാണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് കമ്പയറിങ് ആക്ച്വൽ റിസൾട്ട്സ് വിത്ത് നോംസ്. നമ്മൾ സെറ്റ് ചെയ്ത എക്സ്പെക്റ്റഡ് റിസൾട്ട്, അതായത് നോംസുമായിട്ട് ആക്ച്വൽ റിസൾട്ട്, ഓർഗനൈസേഷൻ എംപ്ലോയീസ് അച്ചീവ് ചെയ്ത റിസൾട്ട് കമ്പയർ ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഫൈൻഡിങ് ഡീവിയേഷൻസ്. ബൈ കമ്പയറിങ് ആക്ച്വൽ ആൻഡ് എക്സ്പെക്റ്റഡ് റിസൾട്ട് ദേ ക്യാൻ ഫൈൻഡ് ഡീവിയേഷൻസ് ഇഫ് എനി. അങ്ങനെ ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. അതാണ് തേർഡ് സ്റ്റെപ്പ്. ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് take corrective action. If there is any significant difference between the actual and expected result, it is communicated to the senior managers and they will take the corrective action. But if there is a minor difference in actual result and expected result, then the action will taken by the department or the subordinate itself. അപ്പോൾ ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് വന്നാൽ മാത്രം അത് മാനേജേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവർ നെസസറി ആക്ഷൻസ് എടുക്കും. ഞാൻ ചെറിയ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ആണെങ്കിൽ അത് എംപ്ലോയീസ് അല്ലെങ്കിൽ അവിടുത്തെ സബോർഡിനേറ്റ്സും ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ചേർന്ന് പരിഹരിക്കും. നെക്സ്റ്റ് ടോപ്പിക് ഈസ് അഡ്വാൻറ്റേജസ് ഓർ ബെനിഫിറ്റ്സ് ഓഫ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. ഫസ്റ്റ് വൺ ഈസ് എഫിഷ്യൻറ്റ് ടൈം മാനേജ്മെൻറ്റ്. ഇറ്റ് സേവ്സ് ദി ടൈം ഓഫ് മാനേജേഴ്സ് because they only deal with the exceptional problems.
routine work are handled by the subordinates. ഇവിടെ മാനേജർക്ക് എക്സെപ്ഷണൽ പ്രോബ്ലംസ്, അതായത് സിഗ്നിഫിക്കൻറ്റ് ഡീവിയേഷൻസ് വരുമ്പോൾ മാത്രം ആ പ്രോബ്ലം സോൾവ് ചെയ്താൽ മതി. ബാക്കി എല്ലാ പ്രോബ്ലംസും സബോർഡിനേറ്റ്സ് തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ അവരുടെ ടൈം നല്ലോണം സേവ് ചെയ്യാൻ പറ്റും, അവരുടെ ടൈം നല്ലോണം മാനേജ് ചെയ്യാൻ സാധിക്കും. സെക്കൻഡ് അഡ്വാൻറ്റേജ് ഈസ് ഫോക്കസ്ഡ് അറ്റൻഷൻ ഓൺ മേജർ പ്രോബ്ലംസ്. It concentrate on managers' effort on major problems instead of spreading managers' attention on all sort of problems, and it ensure better utilization of managerial talents. ഇവിടെ മേജർ പ്രോബ്ലംസിന് മാത്രമേ മാനേജർ അറ്റൻഷൻ കൊടുക്കേണ്ട കാര്യം വരുന്നുള്ളൂ. അതുപോലെ തന്നെ ആ മേജർ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അവരുടെ എല്ലാ ടാലൻസും യൂട്ടിലൈസ് ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ്, സ്റ്റാഫ് മോട്ടിവേഷൻ. ഇറ്റ് ഫെസിലിറ്റേറ്റ് ബെറ്റർ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് പ്രൊവൈഡ്സ് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ മോട്ടിവേഷൻ ഓഫ് എംപ്ലോയീസ് ഇൻ ദി ഓർഗനൈസേഷൻ. സോ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവിൽ മാനേജേഴ്സ് മേജർ ഡിസിഷൻസ് മാത്രമേ ഹാൻഡിൽ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള സ്മോൾ ഡിസിഷൻസ് എടുക്കാൻ, അതുപോലെ തന്നെ സ്മോൾ ഡീവിയേഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു അതോറിറ്റി ആ എംപ്ലോയീസിന് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എംപ്ലോയീസിന് അങ്ങനെ അതോറിറ്റി കിട്ടുന്നത് കാരണം അവർ മോട്ടിവേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ഈസ് ട്രെൻഡ് അനാലിസിസ്. ഇൻ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ, ഫസ്റ്റ് ഓഫ് ഓൾ they have to set a norms or standard. For that they needs measurement and that are based on the past and present data. So the manager can review the past, view the present and foresee the future, keeping up with the trends. So management by exceptional managers ഒരു എക്സ്പെക്റ്റഡ് റിസൾട്ട്, ഒരു നോംസ് കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ പാസ്റ്റ് ഡാറ്റയും പ്രസൻറ്റ് ഡാറ്റയൊക്കെ അനലൈസ് ചെയ്യണം. അപ്പോൾ ആ അനലൈസ് ചെയ്യുന്ന ടൈമിൽ മാനേജേഴ്സിന് അതിൻ്റെ ട്രെൻഡ് കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഫ്യൂച്ചർ കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ഈസ് ഹെൽപ്പ് പെർഫോമൻസ് അപ്രൈസൽ. മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ പ്രൊവൈഡ്സ് yardstick for judging result of the employees and departments. Thus, it helps in performance appraisal by providing more objective criteria and provides better motivation to people in the organization. So, management by exceptional അവരുടെ പെർഫോമൻസ് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ സാധിക്കും. അതിനാവശ്യമായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ നോംസ് നമ്മൾ ആദ്യമേ ഫിക്സ് ചെയ്യും. അപ്പോൾ അതനുസരിച്ചിട്ട് ഓരോരുത്തരുടെയും പെർഫോമൻസ്, സബോർഡിനേറ്റ്സിൻ്റെ ആണെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ആണെങ്കിലും ഓരോരുത്തരുടെയും പെർഫോമൻസ് കൃത്യമായിട്ട് അപ്രൈസ് ചെയ്യാൻ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷനിലൂടെ സാധിക്കും. നെക്സ്റ്റ്, ലിമിറ്റേഷൻസ് ഓർ ഡിസഡ്വാൻറ്റേജസ് ഓഫ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. ഫസ്റ്റ് വൺ ഈസ് ഡിഫിക്കൽട്ടീസ് ഇൻ ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. In management by exception, they have to set a standard or norms. For setting standards and norms, it needs a lot of methods, techniques, paperwork, etc. Also in implementation, it needs a continuous monitoring to identify the deviations. ഡിസൈൻ്റെ ടൈമിൽ ധാരാളം പേപ്പർ വർക്ക് അതുപോലെ തന്നെ ടൂൾസും ടെക്നിക്സും ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. ഇവിടെ നല്ലൊരു സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ നോം സെറ്റ് ചെയ്യണമെങ്കിൽ. അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റേഷനിൽ ഒരു കണ്ടിന്യൂസ് മോണിറ്ററിങ്, സ്ഥിരമായിട്ട് ഇവർ എംപ്ലോയീസിനും ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം, എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ. സോ അതൊക്കെ ഒരു കോംപ്ലക്സ് പ്രോസസ്സാണ്. അപ്പോൾ അതിൻ്റെ ഡിസൈൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴൊക്കെ ധാരാളം ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് ലിമിറ്റേഷൻ ഈസ് റിയാക്റ്റീവ്, നോട്ട് പ്രോആക്റ്റീവ്. It is often said that management by exception is more reactive than proactive. Instead of trying to prevent any damage, it aims at solving problems when they occur. So management by exceptionsൽ ഓരോ പ്രോബ്ലംസ് വരാതെ അവർ നോക്കുന്നില്ല. പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുക എന്നത് മാത്രമേ അവർ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ലാസ്റ്റ് ലിമിറ്റേഷൻ ഈസ് സംടൈംസ് മേജർ ഇഷ്യൂസ് may missed. In the organization, a significant deviation happens, but the employee think that it is due to his inefficiency and he will not communicate this to the manager, and the manager may miss the issue. സോ ഒരു ഓർഗനൈസേഷനിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ഡീവിയേഷൻ, ഒരു നല്ല ഇഷ്യൂ ഉണ്ടായി, പക്ഷേ അത് എംപ്ലോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് എംപ്ലോയി കരുതുന്നത് അത് അയാളുടെ ഇൻഎഫിഷ്യൻസി കൊണ്ടാണെന്ന്. അപ്പോൾ അത് മാനേജർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അയാളുടെ ജോലി പോകുമെന്ന് പേടിച്ചിട്ട് അയാൾ എന്ത് ചെയ്യില്ല, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു മേജർ ഇഷ്യൂ അവിടെ മാനേജർക്ക് മിസ്സാവാനുള്ള സാധ്യതയുണ്ട്.